നമസ്കാരം. ബൈബിൾ നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ എൽസ വർക്കി. പ്രധാന വാർത്തകൾ. ഹാബേൽ കൊലപാതകം, ജ്യേഷ്ഠൻ കായീൻ അറസ്റ്റിൽ. പ്രശസ്ത പ്രവാചകൻ ഹാനോക്കിനെ കാണാതെയായി തിരച്ചിൽ തുടരുന്നു. ഈജിപ്ത് പാൻഡമിക് 40 ദിവസം പിന്നിടുന്നു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച് രാജ്യം. തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്ന ദമ്പതികളെ സ്വർഗീയ കോടതി ഹാജരാക്കി. വിധി ഉടനെ. പുഴയിലൊഴുക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത് മിസ്രൈം രാജകുമാരി. ശിശുവിന് മോശ എന്ന് പേരിട്ടു. വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ശവസംസ്കാരം നടത്തി. ഉടനെ സംഭവിച്ചേക്കാവുന്ന വെള്ളപ്പൊക്കത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറെന്ന് പാസ്റ്റർ നോഹ അറിയിച്ചു. അതിനാൽ തയ്യാറാക്കിയ കൂറ്റൻ കപ്പൽ ദേശനിവാസികൾക്ക് കൗതുകമായി. 3.5 വർഷം തങ്ങളോടൊപ്പം കൂടപ്പിറപ്പിനെ പോലെ കഴിഞ്ഞ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയെന്ന് ശിഷ്യന്മാർ. താൻ പോയതുപോലെ മടങ്ങി വരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുമാണ് പോയതെന്നും ശിഷ്യന്മാർ അറിയിക്കുന്നു. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹാബേലിന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരൻ കായീന് നേരിട്ട് പങ്കുള്ളതായി ഏകദൃക്സാക്ഷിയും ന്യായാധിപതിയുമായ ദൈവം വെളിപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത് കായീനെ നോദിലേക്ക് നാടുകടത്തി. സഹോദരനോടുള്ള അസൂയയാണ് കൊലയ്ക്ക് കാരണമായി കായീൻ പറയുന്നത്. വീടിന് സമീപത്തുള്ള വയലിൽ വെച്ച് അടിച്ചാണ് സഹോദരനെ കൊലപ്പെടുത്തിയത്. പ്രശസ്ത പ്രവാചകനും യാരദിന്റെ മകനുമായ ഹാനോക്കിനെ കാണാതെയായി. മെതുശലേഹാണ് മകൻ. 365 വയസ്സായിരുന്നു. ദൈവത്തിന്റെ കൂടെ നടന്നതിനാൽ തന്നെ ദൈവം എടുത്തതാണെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു. എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത കൂട്ടർ ഇപ്പോഴും ഹാനോക്കിനായി തിരച്ചിൽ തുടരുന്നു. ലോകം ഇന്നുവരെ കാണാത്ത ബാധകൾക്ക് സാക്ഷ്യം വഹിച്ച് ഈജിപ്ത് മഹാരാജ്യം. 40 ദിവസങ്ങളോളം പിന്നിടുമ്പോൾ ബാധകളിൽ തവള, പേൻ, നായിച്ച, കൂരിരുട്ട്, കൽമഴ, മൃഗവ്യാധി എന്നിവയൊക്കെ ജനങ്ങൾക്ക് തീവ്രമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കടിഞ്ഞൂൽ സംഹാരം എന്ന ബാധയാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്നത്. ഭരണാധികാരിയായ ഫറവോന്റെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഈ ബാധകളൊക്കെയും ഉണ്ടായതെന്ന് ദേശനിവാസികൾക്കറിയാമെങ്കിലും ദുഷ്ടനായ ഫറവോനോട് ദൈവം ചോദിക്കട്ടെ എന്ന് മാത്രമാണ് ജനങ്ങൾ പറയുന്നത്. തിന്നരുത് എന്ന് സൃഷ്ടാവ് കൽപ്പിച്ച വൃക്ഷഫലം തിന്നതിന് ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. ഏദൻ തോട്ടം നോക്കാൻ ദൈവമേൽപ്പിച്ചിരുന്ന ദമ്പതികളായ ആദമിനെയും ഹവ്വയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഏദൻ തോട്ടത്തിൽ നടുവിലുള്ള അറിവിന്റെ വൃക്ഷഫലം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷഫലം കഴിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരിക്കെ വിലക്കപ്പെട്ട ഈ വൃക്ഷഫലം തിന്നതിനാണ് അറസ്റ്റ് ചെയ്തത്. അബദ്ധം പറ്റിയാണ് ഈ പഴം കഴിച്ചതെന്ന് ദമ്പതികൾ അറിയിച്ചു. അല്പം മുൻപ് സ്വർഗീയ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി വിധി വരുമ്പോൾ നിർഭാഗ്യവശാൽ ഈ ദമ്പതികളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പകരം കെരൂബുകളെ കാവൽ നിർത്തി. ആദമും ഹവ്വയും ബൈബിൾ നെറ്റ് ന്യൂസിനോട് ചേരുന്നു. ആദം, എന്തിനാണ് കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം താങ്കൾ കഴിച്ചത്? ബൈ ദ വേ, എനിക്കൊന്നും അറിയില്ല. എൻ്റെ വൈഫ് എനിക്കൊരു പഴം തന്നു. അത് അവള് പകുതി കഴിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബാക്കി ഞാനങ്ങ് കഴിച്ചു. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താണ് ഹവ്വയ്ക്ക് പറയാനുള്ളത്? ഈ തോട്ടത്തിൽ കൂടി ചുമ്മാ നടക്കുമായിരുന്നു. അപ്പോൾ ഈ പാമ്പ് ഒരു പഴവും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കഴിച്ചു നോക്ക്, ചത്തൊന്നും പോകില്ല എന്ന്. വേണ്ട വേണ്ട എന്ന് ഞാൻ കുറേ പറഞ്ഞു നോക്കി. തിന്നെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് നിർബന്ധിച്ചു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. ബാക്കി അച്ചായനും കൊണ്ട് കൊടുത്തു. സത്യത്തിൽ സാത്താൻ വേഷം മാറി വന്ന് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. ആദമും ഹവ്വയും പറഞ്ഞത് നാം കേട്ടല്ലോ. വളരെ ദുഃഖകരമാണ് കോടതി വിധി. ഇനിയെങ്കിലും അനുസരണയോടെ ജീവിക്കാൻ കഴിയട്ടെ. ബൈബിൾ നെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. പാസ്റ്റർ പൗലോസിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു മരിച്ച യൂത്തിക്കോസ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വന്ന് പൂർണ്ണ ആരോഗ്യകരമായിരിക്കുന്നു എന്ന വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ യൂത്തിക്കോസിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ടർ സർജിൻ ലൈനിൽ ചേരുന്നു. സർജിൻ കേൾക്കാമോ? എൽസ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ത്രോവാസിലെ സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പാസ്റ്റർ പൗലോസിന്റെ കൺവെൻഷനിടയ്ക്കായിരുന്നു സംഭവം. വളരെ അവിശ്വസനീയമായ കാര്യങ്ങളാണ് എൽസ ഇവിടെ നടക്കുന്നത്. ലോകം മരിച്ചെന്ന് വിധി എഴുതിയ യൂത്തിക്കോസ് ഇതാ നമ്മോടുമായി ചേരുന്നു.
ഇതിനെപ്പറ്റി നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. യൂത്തിക്കോസ്, സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? കണ്ടീഷൻ എങ്ങനെയുണ്ട്? എന്താണ് സംഭവിച്ചത്? ഞാൻ ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് പൗലൂസിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരുന്നു. അതിനിടയിൽ ക്ഷീണം കൊണ്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അവിടെ വന്നവരെല്ലാം വിചാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന്. ഓ, മരിച്ചു പോയെന്ന് പറഞ്ഞിരുന്നോ? ഞാൻ മരിച്ചു പോയെന്നാണ് അവർ പറയുന്നത്. പിന്നെ പൗലൂസ് പാഷ വന്നാണ് എന്നെ സുഖപ്പെടുത്തിയത്. ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടേഴ്സ് ഡിസ്ചാർജിന്റെ കാര്യമെല്ലാം പറഞ്ഞോ? നാളെ ഡിസ്ചാർജ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ എൽസ, ഇത് കേട്ട് കാണുമല്ലോ. വളരെ അവിശ്വസനീയമാണ്, ഒരിക്കലും വിശ്വസിക്കാനാകുന്നില്ല. ആ യൂത്തിക്കോസ് ഇപ്പോൾ പറയുന്നത് ദൈവമാണ് തന്നെ സൗഖ്യമാക്കിയത് എന്നാണ്. ക്യാമറാമാൻ നോയലിനൊപ്പം സെർജിൻ. നന്ദി സർജൻ. പുഴയിൽ ഒഴുകി നടന്ന പെട്ടകത്തിൽ നിന്ന് കണ്ടെത്തിയ സുന്ദരനായ ശിശുവിനെ സ്വന്തം മകനായി മിസ്രയീം രാജകുമാരി ദത്തെടുത്തതായി ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ദത്തെടുത്ത ശിശുവിനെ ദത്തെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പാലൂട്ടി വളർത്താനായി സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും 5 വർഷങ്ങൾക്കു ശേഷം തിരികെ കൊട്ടാരത്തിൽ ഹാജരാക്കുകയും വേണമെന്ന് ഫറവോന്റെ വൃത്താന്തങ്ങൾ അറിയിച്ചു. ഈ കുഞ്ഞ് തനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണെന്നും ഇവൻ വളരുമ്പോൾ വലിയ ആളായി തീരുമെന്നും രാജകുമാരി പറഞ്ഞതായി തോഴിമാർ ബൈബിൾ നെറ്റ് ന്യൂസിനോട് അറിയിച്ചു. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച അനന്യാസിന്റെയും സഫീറയുടെയും കള്ളത്തരം അപ്പോസ്തല വൃന്ദം കൈയോടെ പിടിച്ചു. വസ്തു വിറ്റുകിട്ടിയ മുഴുവൻ തുകയും ഇവർ അപ്പോസ്തലന്മാർക്ക് ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി ബാക്കി തുക മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇവർ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നീട് കുറച്ച് യുവാക്കൾ ചേർന്ന് ഇവരുടെ ശവസംസ്കാരം നടത്തി. സംഭവത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയരുതെന്നും അപ്പോസ്തലന്മാർ പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. ക്രോസ് ലോക്ക് സെക്യൂരിറ്റി, ആത്മാവിനും മനസ്സിനും പരിപൂർണ സെക്യൂരിറ്റി. ക്രോസ് ലോക്ക്, ഒരിക്കൽ ലോക്ക് ചെയ്യൂ, ശാശ്വത പരിരക്ഷ. ബ്രോട്ട് യു ബൈ പ്രയർ ലൈൻ നെറ്റ്വർക്ക്. സിഗ്നൽ പോകുന്നുണ്ടോ? പ്രയർ ലൈൻ നെറ്റ്വർക്ക്. ഉത്തരം കിട്ടും നേരിട്ട് സ്വർഗത്തിൽ നിന്ന്. പ്രയർ ലൈൻ നെറ്റ്വർക്ക്. സ്പോൺസർഡ് ബൈ ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ്. മരണത്തിന് ശേഷവും പവർഫുൾ കവർ. നിങ്ങളുടെ പ്രീമിയം വിശ്വാസം മാത്രം. വാർത്തകൾ തുടരുന്നു. ലോകത്ത് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിന് മുന്നോടിയായി കൂറ്റൻ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. ജലപ്രളയത്തിൽ യാത്ര ചെയ്യാനായി താനും തന്റെ 8 പേരുള്ള കുടുംബവും തയ്യാറെന്ന് കപ്പൽ നിർമ്മാതാവ് പാസ്റ്റർ നോഹ അറിയിച്ചു. ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ നിരവധി മൃഗങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജലപ്രളയം, ലോകാവസാനം, ന്യായവിധി ഇവയൊക്കെയും നോഹയുടെ മാത്രം മൂഢചിന്തകളാണെന്നും കപ്പൽ നിർമ്മിക്കാനെടുക്കുന്ന സമയം ജീവിതം അടിച്ചുപൊളിക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്നും നോഹയെ പരിചയമുള്ളവരും ദേശനിവാസികളും പറയുന്നു. നോഹയാണോ പരിസരവാസികളാണോ ശരിയെന്ന് കാത്തിരുന്നു കാണാം. ഉയർത്തെഴുന്നേറ്റ യേശു പോയതുപോലെ മടങ്ങിവരുമെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ പറയുന്നു. 3.5 വർഷക്കാലത്തോളം തങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത യേശു തങ്ങൾക്ക് കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നുവെന്നും അപ്പോസ്തലന്മാർ പറഞ്ഞു. എന്നാൽ യേശു ദൈവപുത്രനാകയാൽ താൻ പോയതുപോലെ മടങ്ങിവരുമെന്നും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമാണ് പോയതെന്നും അപ്പോസ്തലന്മാരെ ഉദ്ധരിച്ച് പത്രോസും യോഹന്നാനും ന്യൂസിനെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായ റിപ്പോർട്ടർ സ്റ്റെഫിൻ ബൈബിൾ ന്യൂസിനോട് ചേരുന്നു. സ്റ്റെഫിൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? യേശു ശരിക്കും ഉയർത്തെഴുന്നേറ്റോ? ഹലോ എൽസ, കേൾക്കുന്നുണ്ടോ? അതെ, ഞാനിപ്പോൾ നമ്മുടെ സമീപവാസികൾ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ തുറന്ന കല്ലറയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാരുണ്ട്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. സാറിന്റെ പേരെന്താണ്? ഞാൻ യേശുവിന്റെ ശിഷ്യനായ തോമസ്. സാർ, ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും വീണ്ടും വരുമെന്നും ഒക്കെ പറയുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. യേശു പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യാന്മാർ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. യേശു വരും, വരാതിരിക്കില്ല. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായി നമുക്ക് പത്രോസിനോട് ചോദിക്കാം. സാറിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ വെള്ളം വീഞ്ഞാക്കിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും പിന്നെ എൻ്റെ അമ്മായിയമ്മ ഉൾപ്പെടെ അനേകർക്ക് കിട്ടിയ സൗഖ്യം ഒക്കെ നോക്കുമ്പോൾ യേശു പറഞ്ഞതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ആ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. പരിശുദ്ധാത്മാവ് കൂടി വന്നാലേ പ്രവർത്തനം ആരംഭിക്കാനാണ് പ്ലാൻ. അപ്പോൾ യേശു വരും, തീർച്ചയായും വരും. അപ്പോൾ താങ്കൾ വാസ്തവമായി വിശ്വസിക്കുന്നുണ്ടല്ലേ യേശു വരുമെന്ന്?
യാതൊരു സംശയവുമില്ല, തീർച്ചയായും വരും. ഒരിക്കൽ ഒരു പൊടിക്ക് സംശയിച്ചതായിരുന്നു എന്നെ സാത്താനെന്നാ വിളിച്ചത്. ഇനി ആ വിളി ഒന്നുകൂടെ കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ എൽസ, രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് യേശു ഉറപ്പായിട്ടും വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ നോയലിനോടൊപ്പം സ്റ്റെഫിൻ. ശരി സ്റ്റെഫിൻ, എന്തായാലും ലോകം കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയായതിനാൽ വിശ്വാസത്തോടെ കാത്തിരുന്നു കാണുന്നത് തന്നെയാണ് ഉത്തമമെന്ന് ബൈബിൾ നെറ്റ് ന്യൂസിനും തോന്നുന്നു. ഇനി കായിക വാർത്തകൾ. ഇന്നലെ സോതോം ഗോമോറയിൽ നടന്ന ഫാമിലി മാരത്തോണിൽ ലോത്തും കുടുംബവും 1-ാം സ്ഥാനത്ത്. എന്നാൽ ഓട്ടത്തിനിടയിൽ പിന്തിരിഞ്ഞു നോക്കിയ മിസസ് ലോത്ത് ഉപ്പുതൂണായത് കുടുംബത്തിന് വലിയ തിരിച്ചടിയായി. ഗലീല കടലിൽ നടന്ന മീൻപിടുത്ത മത്സരത്തിൽ ശിഷ്യന്മാർക്ക് 183 റൺസിന്റെ വിജയം. പത്രോസിന് സെഞ്ചുറി. യേശുവിനെ അടക്കിയ കല്ലറയ്ക്കുള്ള ഓട്ട മത്സരത്തിൽ യോഹന്നാന് 1-ാം സ്ഥാനം. മത്സരത്തിന്റെ തുടക്കത്തിൽ 1-ാം സ്ഥാനത്തായിരുന്ന പത്രോസിനെ നേരിയ വ്യത്യാസത്തിൽ പിന്തള്ളിയാണ് യോഹന്നാൻ 1-ാമതെത്തിയത്. ഇനി കാലാവസ്ഥ. താൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മിസ്രയീമിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് പ്രശസ്ത പ്രവാചകൻ ഏലിയാവ് അറിയിച്ചു. മഴയ്ക്ക് മുമ്പായി ആകാശത്ത് കൈപ്പത്തി പോലെ മേഘം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവപുത്രനായ യേശുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ദേശത്തെങ്ങും 3 മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുന്നറിയിപ്പ്. ഒരേ സമയം സൂര്യനും പണിമുടക്കിലായിരിക്കുമെന്നതിനാൽ ദേശനിവാസികൾ ജാഗ്രത പാലിക്കുക. അടുത്തയാഴ്ച 40 പകലും 40 രാവും നീണ്ടു നിൽക്കുന്ന വൻമഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയെന്ന് നീതിമാനായ പാസ്റ്റർ നോഹ അറിയിക്കുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.